വ്യാഴാഴ്ച തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന. ഇസ്രായേലിന്റെ അവകാശവാദത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിലൂടെയാണ് ഇത് അറിയിച്ചത്. ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ 190 കുട്ടികളടക്കം 504 പേർ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. കിരൺ, ഇസ്രായേൽ വലിയ ആക്രമണം തുടരുന്ന സാഹചര്യം, അതിൽ ഇപ്പോൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ആര്യ, ഇസ്രായേലിന്റെ അവകാശവാദത്തെ ഇതുവരെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഏറെക്കുറെ അത് ശരിയാണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. കാരണം അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു കുറിപ്പോ അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു സമീപനം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 4 ദിവസങ്ങളായി അതിഭീകരമായ വ്യോമാക്രമണമാണ് ഗസയുടെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രായേൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിലാണ് ഇസ്രായേൽ ഹമാസിനെ സംബന്ധിച്ച് അടുത്തിടെ ഉണ്ടായ ഏറ്റവും കനത്ത നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഒസാമ തബാഷ് ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയാണ്. നേരത്തെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെയും നുഴഞ്ഞുകയറ്റത്തിന്റെ എല്ലാം മുഖ്യ ആസൂത്രകരിൽ ഒരാൾ കൂടിയായിരുന്നു. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഹമാസിന്റെ പ്രധാന നേതാക്കളെ തന്നെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഇസ്രായേൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി നടത്തിയ ആക്രമണത്തിൽ 500-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 190ഓളം കുട്ടികൾ ഉണ്ട് എന്നതുകൂടി അതിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ്. അന്താരാഷ്ട്ര തലത്തിലടക്കം ഈ വെടിനിർത്തൽ കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം കഴിഞ്ഞ 4 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിലും ശക്തമായ രീതിയിലേക്കുള്ള ആക്രമണം ഉണ്ടാവും, അല്ലെങ്കിൽ മുഴുവൻ ബന്ദികളെയും ഉടൻ തന്നെ വിടണം, അതിനുശേഷം മാത്രമേ ഇനിയൊരു ചർച്ചയുള്ളൂ എന്നുള്ള നിലപാടിലാണ് ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്കുള്ള ഒരു പിന്തുണ ഇസ്രായേലിന് ഉണ്ട് എന്ന് വേണം കരുതാൻ. ആദ്യമൊക്കെ വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരാനുള്ള ചില ശ്രമങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പിന്നീട് ഇസ്രായേൽ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുകയായിരുന്നു. അക്കാര്യത്തിൽ ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകാതെ ഏതെങ്കിലും ഒരു തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് നീങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെയാണ് ഉന്നമിടുന്നത് എന്നതുകൂടി വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒസാമ തബാഷ് എന്ന് പറയുന്ന ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് മേധാവി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ സൈനിക നീക്കങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകേണ്ട, അതിനെ ഏകോപിപ്പിക്കേണ്ട ചുമതലയുള്ള ആൾ കൂടിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.